بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ട് തന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നന്ദി ചെയ്യാത്തവരായ അടിമകളാണ് നമ്മളെല്ലാവരും. നമ്മുടെ പ്രതീക്ഷ അള്ളാഹുവിൻ്റെ കരുണയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, കുലൂ മിർ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു. കുലൂ, നിങ്ങൾ തിന്നുകൊള്ളുക, മിർ റിസ്ഖി റബ്ബിക്കും, നിൻ്റെ റബ്ബ് തന്നതായ റിസ്ഖിൽ നിന്ന് നീ എത്രയും തിന്നുകൊള്ളുക. എന്നാൽ വഷ്കുറൂ ലഹു, തിന്നാൽ മാത്രം പോരാ, അള്ളാഹുവിന് നിങ്ങൾ നന്ദി കാണിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. ഈ പറയപ്പെട്ടതിൻ്റെ താല്പര്യം മഹാന്മാർ പറയുന്നുണ്ട്, അള്ളാഹു തന്ന നിഅമത്തുകളെ കുറ്റകൃത്യങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അള്ളാഹു തന്ന ഒരുപാട് നിഅമത്തുകളുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ റിസ്ക്കാണ് പണവും ഭക്ഷണവും മറ്റു സൗകര്യങ്ങളുമെല്ലാം. ഇതൊക്കെ അവനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോഴാണ് റബ്ബിനോട് എതിര് കാണിക്കുക എന്ന് പറയുക. പലപ്പോഴും ഇന്ന് റബ്ബ് തന്ന റിസ്ക്കിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ബറക്കത്ത് നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് നമ്മിൽ നിന്നും ഉണ്ടാകുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഉപ്പാപ്പയും ഉമ്മാമയുമൊക്കെ അവർക്ക് ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല, അതുപോലെ സമ്പത്തും ഒരുപാടുണ്ടായിട്ടില്ല. എന്നിട്ടും അവർ 10 മക്കളെയൊക്കെ കെട്ടിച്ചയക്കുകയും മക്കളെയൊക്കെ ഒരു നിലയിലെത്തിക്കുകയും ചെയ്തു. കാരണം എന്താണ്? അവർക്ക് തഖ്വയുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ അവർക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഹറാമുകളോ വേണ്ടാത്ത കൂട്ടുകെട്ടുകളോ ഉണ്ടായിട്ടില്ല. അവർക്ക് വിചാരിക്കാത്ത രൂപത്തിൽ എല്ലാം അല്ലാഹു കൊടുക്കുന്നു. എന്നാൽ നമുക്ക് വിചാരിക്കുന്നിടത്ത് പോലും കിട്ടുന്നില്ല. നമുക്ക് തരാമെന്ന് ഉറപ്പ് പറഞ്ഞ ആളുകൾക്ക് തരാൻ കഴിയാത്ത അവസ്ഥയാണ്, അതായത് നമുക്ക് കിട്ടാത്ത അവസ്ഥ. ഇതിനെന്താണ് നമുക്ക് പരിഹാരമുള്ളത്? ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും തടസ്സം അനുഭവിക്കുന്നവർക്ക് ഏക പരിഹാരം എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ തഖ്വയാണ്. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാൻ, വമൻ യത്തഖില്ലാഹ്, ആര് അല്ലാഹുവിനെ തഖ്വ ചെയ്തോ, സൂക്ഷിച്ചോ, പേടിച്ച് ജീവിച്ചോ, യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു അവർക്ക് വിടുതി നൽകുന്നതാണ്, അവർക്ക് തുറവടി ഉണ്ടാകുന്നതാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവർ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവർക്ക് റിസ്ക് നൽകുന്നതാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം മാത്രമല്ല, സമ്പാദ്യവും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു അവനിക്ക് വിചാരിക്കാത്ത രൂപത്തിൽ അവനിക്ക് കൊടുക്കുന്നതാണ്. വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ ഫഹുവ ഹസ്ബു, അവനിക്ക് അള്ളാഹു മതി എന്നാണ്. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, തീർച്ചയായും അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ വീട്ടുന്നതാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, എല്ലാ കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്, അഥവാ ഹറാമിനെ ഒഴിവാക്കുകയും ഹലാലിൽ ഒതുങ്ങുകയും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഹലാലോ ഹറാമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാധനങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യലാണ്. നാം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏതൊരു കാര്യത്തിൽ നിന്നും നമ്മളിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായി, മഴ പെയ്യേണ്ട സമയത്ത് മഴയില്ല, ഒരു കിണർ കുഴിച്ചാൽ അതിൽ വെള്ളം കാണുന്നില്ല. രോഗം വന്നിട്ട് ഒരു ദിവസം തന്നെ എത്ര മരുന്ന് കഴിക്കുന്നവരാണ് നമ്മൾ. ഇവിടെയാണ് തഖ്വയുടെ ഏറ്റ വ്യത്യാസം, തലമുറകളിൽ മാറ്റം വന്നത് കാണാൻ കഴിയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അടഞ്ഞതൊക്കെ തുറന്നു കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞു തരികയാണ്.
തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ഉറപ്പിക്കണം, അള്ളാഹു നമ്മുടെ പ്രയാസം മാറ്റുമെന്ന്. ഒരിക്കൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. ഞാൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണല്ലോ, അവനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് വിചാരിക്കാത്ത രൂപത്തിൽ ഭക്ഷണം ലഭിക്കുമെന്ന് ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് സത്യമാണോ എന്ന് നോക്കാൻ വേണ്ടി ആ മനുഷ്യൻ കാട്ടിലേക്ക് പോയി. പേടിപ്പെടുത്തുന്ന കാട്ടിനുള്ളിൽ ഒരു ഗുഹയുടെ ഉള്ളിൽ അദ്ദേഹം ചെന്നെത്തി. അങ്ങനെ അദ്ദേഹം അവിടെ താമസിക്കുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹം പുറത്തൊന്നും ഇറങ്ങി നോക്കാതെ അവിടെ തന്നെ കിടക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതുവഴി വഴിതെറ്റി വന്ന കച്ചവട സംഘം മഴ പെയ്യുന്നത് കാരണത്താൽ ആ ഗുഹയിൽ കയറുകയും അവർ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ് ചെയ്യുന്നത്. കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. കാരണം അദ്ദേഹത്തോട് വഴി ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് വഴി ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് ചില ആളുകൾ പറഞ്ഞു, അദ്ദേഹം തണുത്ത് വിറച്ചതുകൊണ്ട് വായി കൂടിപ്പോയതായിരിക്കും, അതുകൊണ്ട് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞു. പക്ഷേ വെള്ളവും അദ്ദേഹം വാങ്ങുന്നില്ല. അങ്ങനെ അല്പം ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും അദ്ദേഹം വാങ്ങുന്നില്ല. അങ്ങനെ അവസാനം ഇവർക്ക് ഈ മനുഷ്യനോട് ഒന്ന് സംസാരിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വായി രണ്ടാളുകൾ പിടിച്ചു വെച്ചിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയാണ്. ഭക്ഷണം കൊടുത്തപ്പോൾ പെട്ടെന്ന് അയാൾ ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി, പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവർ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങളെന്തേ ഇത്രയും സമയം സംസാരിക്കാതിരുന്ന നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ മഹാനായ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരു ശപഥമെടുത്തിട്ടുണ്ടായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഭക്ഷണം തന്നാൽ മാത്രമേ ഞാൻ സ്വന്തമായി പോയി കഴിക്കൂല, അതുകൊണ്ട് തന്നെ അല്ലാഹു തന്നാൽ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ നിർബന്ധിപ്പിച്ച് കഴിച്ചതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രയാസങ്ങളിൽ നിന്നും അവനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുമെന്ന് ഞാനിവിടെ ഉറപ്പിക്കുകയാണ് എന്ന് മഹാനവറുകൾ പറയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ എത്ര വലിയ പ്രയാസമാണെങ്കിലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരട്ടെ. ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആവസിയത്തോടുകൂടെ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.